അരിപ്പ ഭൂസമരം ഒത്തുതീർപ്പിലേക്ക് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. നീണ്ട 13 വർഷം ഭൂമിക്കായി സമരം ചെയ്ത കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതിന് സർവേ നടപടി തുടങ്ങി. പുനലൂർ RDO സുരേഷിന്റെ നേതൃത്വത്തിൽ വിവരശേഖരണം ആരംഭിച്ചു. അരിപ്പ ഭൂസമരത്തിന് 14 വയസ്സ്. അത് പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം. സർവേ ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ശിവപ്രിയ. ഞാനിവിടാണ് ജനിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു കൊച്ചു പുരയൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്കൊന്നും കടക്കാൻ പോലും ഇടയില്ല. പിന്നെ ഞങ്ങൾ ലൈറ്റ് കണ്ടിട്ടില്ല, റോഡുകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ അങ്ങ് ഒത്തിരി ദൂരത്തൊക്കെ പോകും. ഇങ്ങനെ നിരവധി കുട്ടികളും വയോധികരും ദുരിതത്തിൽ അരിപ്പയിൽ കഴിയുന്നു. 13 വർഷത്തെ ഭൂസമരത്തിൽ പങ്കെടുത്ത തങ്ങളെ കൈവിടരുതെന്ന് ഭൂസമരക്കാർ അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എവിടെങ്കിലും, ഞങ്ങൾക്ക് ഈ റബ്ബറിൻ്റെ ഇടയിൽ കിടന്ന് ഞങ്ങൾ മടുത്ത് പട്ടിണി കിടന്ന് എവിടെങ്കിലും ഞങ്ങൾക്ക് 6 അടി മണ്ണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് ഞങ്ങൾക്ക് തരണം. അതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം. തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി കെ രാജൻ സമരസമിതിയുമായി നടത്തിയ ചർച്ചയിലെടുത്ത തീരുമാനപ്രകാരം കുളുത്തുപുഴ അരിപ്പ 51 ഏക്കറിലെ വിവരശേഖരണം തുടങ്ങി. 570ഓളം കുടുംബങ്ങൾ ആദ്യഘട്ടത്തിൽ ഭൂമി കയ്യേറി സമരം ചെയ്തു. പിന്നീടത് 275 കുടുംബങ്ങളായി ചുരുങ്ങി. ഈ ലിസ്റ്റ് പരിഗണിച്ചാവും ഭൂമി അനുവദിക്കുക. ഇവിടെ താമസിക്കുന്നവരുടെ കുടുംബാംഗങ്ങളുടെ വിവരം, അവരുടെ റേഷൻ കാർഡിൻ്റെ വിവരം, അവരുടെ മറ്റ് ആധികാരിക രേഖകളായ ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, അത്തരം വിവരങ്ങൾ ശേഖരിക്കുക. പിന്നെ മറ്റ് ചെങ്ങറ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമി കിട്ടിയ ചില കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഭൂമി കിട്ടിയ മീൻസ് അവർക്ക് ഫിസിക്കലായി അവരുടെ കൈവശം ഭൂമിയില്ല, അത്തരം കക്ഷികളുണ്ട്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ, പിന്നെ ആർക്കെങ്കിലും മറ്റെവിടെയെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ ആ വിവരം അതൊക്കെ ശേഖരിച്ചു കൊടുക്കാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഭൂസമരത്തോട് സർക്കാർ നീതി പുലർത്താൻ തയ്യാറായത് പ്രതീക്ഷ പകരുന്നതാണെന്ന് സമരസമിതി നേതാവ് ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു. സമരം ചെയ്യുന്നവർ 13 കൊല്ലം ഇവിടെ കിടക്കുന്ന പട്ടികജാതിക്കാരും ആദിവാസികളും മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് തുല്യ നീതി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചർച്ച ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു തഹസിൽദാരുടെ RDO ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഇവിടെ സന്ദർശിക്കുകയും ആ രീതിയിൽ അവർ ആ ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്ക് അത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്നുള്ള സൂചനയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. വ്യക്തമായ പേരുവിവരങ്ങൾ ശേഖരിക്കുന്നതിനും അർഹരായ ഭൂസമരക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിനായി ഭൂമി കണ്ടെത്തുന്നതിനും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു. തിങ്കൽക്കരിക്കകം വില്ലേജിൽ 94 ഏക്കർ സർക്കാർ പുറമ്പോക്ക് സ്ഥലം കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് കൈവശം വെച്ചവരിൽ നിന്ന് തിരിച്ചെടുത്ത അരിപ്പ ഭൂമിയിലാണ് ഭൂസമരം നടക്കുന്നത്. ഇതിൽ കുളത്തുപുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി 13.55 ഏക്കറും ചെങ്ങര ഭൂസമരക്കാർക്ക് 21.53 ഏക്കറും കൈമാറിയത് കഴിച്ച് 51.74 ഏക്കർ ഭൂമിയാണ് ശേഷിക്കുന്നത്. പട്ടികവർഗം, പട്ടികജാതി, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ഭൂമി ലഭിക്കും. ഒടിച്ചിയും പങ്കജാക്ഷിയും ഇവരാണ് ഇവിടുത്തെ ഈ സമരഭൂമിയിലെ ആദ്യ മനുഷ്യർ. ഇപ്പോൾ അവർ പ്രതീക്ഷയിലാണ് ഭൂമി സർക്കാർ നൽകുമെന്ന്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.